ചിത്രം 9-ൽ 8 മണ്ഡലങ്ങളും ഇടതിനൊപ്പം നിൽക്കുന്ന ആലപ്പുഴയിൽ ഇക്കുറി LDF ജയമുറപ്പിക്കുന്നത് 3 മണ്ഡലങ്ങളിൽ മാത്രമാണ്. ചെങ്ങന്നൂർ, മാവേലിക്കര, ചേർത്തല എന്നിവിടങ്ങളിൽ സുനിശ്ചിത വിജയമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. കായംകുളം, അരൂർ, അമ്പലപ്പുഴ മണ്ഡലങ്ങളിൽ കനത്ത പോരാട്ടം നടക്കുന്നു. കുട്ടനാട്ടിലെ ഇടത് കോട്ടയ്ക്ക് വിള്ളൽ വീഴുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. മനീഷ് മഹിപാലിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. മനീഷ്, ഈ 9-ൽ 8 എണ്ണം, അതായത് ഇടതിന്റെ കോട്ട കൊത്തളം, അതിലാകെ UDFന് ആശ്വസിക്കാനുള്ളത് രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് മാത്രമാണ്. പക്ഷേ ഇത്തവണ വലിയ വിജയം UDF പ്രതീക്ഷിക്കുന്നുണ്ട്. 60 വർഷക്കാലം ഇടതിനൊപ്പം ഉണ്ടായിരുന്ന CPMന്റെ അനിഷേധ്യനായ നേതാവായിരുന്ന G. സുധാകരൻ വലതു മാറി മത്സരിക്കുന്നു അമ്പലപ്പുഴയിൽ. ആ ഒരൊറ്റ മണ്ഡലം മാത്രം മതി എത്ര വലിയ ആവേശം ആലപ്പുഴയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ. അതോടൊപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വൻ വിജയം ഇത്തവണ ആവർത്തിക്കാൻ കഴിയും. വിജയമല്ല, ആ ഒരു വോട്ടിംഗ് വർധനവ് അത് വിജയത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ത് സംഭവിക്കും ആലപ്പുഴ? ഷിഹാസ്, ആലപ്പുഴ ജില്ലയിൽ മത്സര ചിത്രം കടുക്കാൻ തന്നെ കാരണം G. സുധാകരന്റെ അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വമാണ്. ആ ഒരു ഫാക്ടർ ജില്ലയിൽ ഉടനീളം അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ ബാധിക്കുമെന്നുള്ള ആശങ്ക CPM ക്യാമ്പുകൾക്കുണ്ടായിരുന്നു. ഇപ്പോഴിതാ CPM അവസാന ഘട്ടത്തിലും അവർ വിശ്വസിക്കുന്ന ഉറച്ച കോട്ടകൾ ചെങ്ങന്നൂരും മാവേലിക്കരയും ചേർത്തലയും മാത്രമാണ്. 3 മണ്ഡലങ്ങളിൽ വിജയം സുനിശ്ചിതമാണെന്ന് ഇപ്പോഴും CPM ക്യാമ്പ് വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ വലിയ അട്ടിമറി സാധ്യതയുള്ളത് അരൂരിലും അമ്പലപ്പുഴയിലും കായംകുളത്തുമാണ്. 3 മണ്ഡലങ്ങളിലും കനത്ത ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നു. അങ്ങനെ 3 മണ്ഡലങ്ങളിൽ എങ്ങനെ ഉണ്ടാകും വിധി എന്നുള്ളത് രണ്ട് കൂട്ടർക്ക്, അതായത് UDFനും LDFനെ സംബന്ധിച്ച് ആ ഒരു കണക്കുകൂട്ടലിലടക്കം അത്തരം ആശങ്ക, ആ കൺഫ്യൂഷൻ ഇരു ക്യാമ്പുകൾക്കുമുണ്ട്. ഇനി കുട്ടനാട് മണ്ഡലം അത് ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിൽക്കുന്ന മണ്ഡലമാണ്. പക്ഷേ അത് വലിയ അട്ടിമറിയിലൂടെ തന്നെ UDF ഘടകകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസ് ജോസഫ് സ്ഥാനാർത്ഥികളെ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസം UDFനുണ്ട്. പ്രചരണ രംഗത്തടക്കം സജീവമായിരുന്നു UDF സ്ഥാനാർത്ഥി. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ UDFുമായി അടുത്തു നിൽക്കുന്ന ഒരു മണ്ഡലമായി കുട്ടനാട് മാറിയിട്ടുണ്ട്. അങ്ങനെ മാറി മറിയുന്ന രാഷ്ട്രീയ സാഹചര്യമുള്ള കായംകുളത്തും ഇത്തവണ എന്തെങ്കിലും തരത്തിലുള്ള അടിവേരുകൾ അല്ലെങ്കിൽ അടിത്തട്ടിലുള്ള പല കാര്യങ്ങളിലെയും മാറ്റങ്ങൾ CPMും ഒപ്പം തന്നെ ഈ കോൺഗ്രസും ശക്തമായി അത്തരം കാര്യങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. എന്നാണെങ്കിൽ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് വിധിയറിയാനുള്ളത്. ആലപ്പുഴ മണ്ഡലം ഏറ്റവും ഈസി വാക്ക് ഓവറായി ജയിച്ചു പോയിരുന്ന ആലപ്പുഴ മണ്ഡലത്തിൽ പോലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും UDF നിലവിൽ ആകെയുള്ള ഹരിപ്പാട് എന്ന ഒരൊറ്റ മണ്ഡലത്തിൽ നിന്നും 3-4 സീറ്റുകളിലേക്ക് അവർക്ക് ആലപ്പുഴ ജില്ലയിലെ 9 മണ്ഡലങ്ങളിൽ 3-4 സീറ്റുകളിലേക്ക് ഉയർത്താൻ കഴിയുമെന്നാണ് അവരുടെ വിശ്വാസം. യെസ്, അപ്പോൾ ആലപ്പുഴയിലെ ചിത്രമാണ് ഇപ്പോൾ മനീഷ് പറഞ്ഞത്. ഇനി